പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ സംബന്ധിച്ച് ഈ ഒരു സീസൺ കടുത്ത നിരാശ നൽകിയ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ ടീമിനെ തകർച്ചയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സീസണിൽ 11 മത്സരങ്ങൾ കളിച്ച ടീം 6 മത്സരങ്ങളിലും പരാജയപ്പെട്ടു. മിക്ക മത്സരങ്ങളിലും മത്സരം കാണാനെത്തുന്ന ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞയക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ചെയ്യുന്നത്. സീസണിൽ കോച്ച് സ്റ്റെഹ്റയുടെ ടാക്ടിക്സ് ആണെങ്കിൽ വർക്കാവുന്നതുമില്ല. പ്രോപ്പറായിട്ടുള്ള ഗെയിം പ്ലാനോ ടാക്ടിക്സോ ഒന്നുമില്ലാതെ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് പോലെയാണ് തോന്നിയത്. ഒരുപാട് മികച്ച താരങ്ങളെ ബെഞ്ചിലിരുത്തി അവസരങ്ങൾ കൊടുക്കുന്നതുമില്ല. സംഭവിച്ച തെറ്റുകൾ സ്റ്റെഹ്റ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ മഞ്ഞപ്പട മാനേജ്മെന്റിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. മോശമായുള്ള പ്രകടനവും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ മോശമായുള്ള തീരുമാനങ്ങൾ കാരണം കൊണ്ടാണ് മഞ്ഞപ്പട ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഒരു സീസണിൽ ഇനി അവശേഷിക്കുന്ന മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് മഞ്ഞപ്പട. അതുപോലെ തന്നെ വരുന്ന ഹോം മത്സരങ്ങളിൽ മാനേജ്മെന്റിനെതിരെ പ്രതികരിക്കുമെന്നിപ്പോൾ മഞ്ഞപ്പട വ്യക്തമാക്കിയിട്ടുണ്ട്. മഞ്ഞപ്പട മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതുവരെ ക്ലബ്ബുമായി സഹകരിക്കില്ല എന്ന് മഞ്ഞപ്പടയുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇനിയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അല്പം നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കോച്ചിനെ മാറ്റുകയും അതുപോലെ തന്നെ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല സൈനിങ്സ് എല്ലാം നടത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള മിഗാൽ സ്റ്റെഹ്റയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും തമ്മിൽ ഇന്നലെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ കാരണം കൊണ്ട് തന്നെ കോച്ച് മിഗാൽ സ്റ്റെഹ്റയെ പുറത്താക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി വരുന്ന മത്സരങ്ങളിലാവട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ശക്തരാണ്. നിലവിലിപ്പോൾ വളരെ വീക്കായിട്ടുള്ള ഒരു ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ശക്തരായിട്ടുള്ള മോഹൻ ബഗാനെതിരെയാണ്. ഈ ഒരു കളി ശൈലിയാണെങ്കിൽ ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ഗോളുകൾ വഴങ്ങും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കാവട്ടെ തീരെ പ്രതീക്ഷയുമില്ല. കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.